അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഫ്രൈഡ് ചിക്കൻ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതൊരു 12 പീസസ് ആക്കിയിട്ടാണ് ഒരു ചിക്കൻ കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി അത് നമ്മൾ എടുക്കുമ്പോൾ സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കനും കൂടെ എടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ചിക്കൻ ആദ്യം മാരിനേഷൻ ചെയ്ത് വെക്കണം. അതിനായിട്ട് 1.5 ടീസ്പൂണോളം സോയാ സോസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി അതിലോട്ട് 1.5 ടീസ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. 1.5 ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലോട്ട് ഹാഫ് ലെമണിൻ്റെ ജ്യൂസും കൂടെ സ്ക്വീസ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ 1.5 ടീസ്പൂണോളം ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1.5 ടീസ്പൂണോളം പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മെറിനേറ്റ് ചെയ്തെടുക്കുക. ഇത് നമ്മൾ മൂടി വെച്ചതിന് ശേഷം 4 അവേഴ്സെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ. എന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് നല്ലത്. പുറത്ത് വെച്ചാലും കുഴപ്പമില്ല, പക്ഷേ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഇപ്പോൾ ഏകദേശം 4 അവേഴ്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ടുള്ള കോട്ടിങ്ങും കൂടെ റെഡിയാക്കി എടുക്കണം. ചിക്കൻ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അതിനായിട്ട് 2 കപ്പ് മൈദ, 1 ടേബിൾ സ്പൂണോളം ഗാർലിക് പൗഡർ, പിന്നെ 1 ടേബിൾ സ്പൂണോളം ജിഞ്ചർ പൗഡർ, 1 ടേബിൾ സ്പൂൺ ഓണിയൻ പൗഡർ, പിന്നെ 1 ടേബിൾ സ്പൂണോളം റെഡ് ചില്ലി പൗഡറും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് വെള്ളത്തിൽ നോർമൽ വാട്ടറിൽ വേണം കേട്ടോ ചെയ്യാനായിട്ട്. ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. എന്നിട്ടൊരു 4 എണ്ണുന്നത് വരെ അതിലൊന്ന് മുക്കി വെക്കാം. ഇനി അതിനുശേഷം നമുക്ക് വെള്ളത്തിൽ നിന്നിട്ട് എടുക്കാം. വീണ്ടും നമുക്ക് ഒന്നും കൂടെ കോട്ട് ചെയ്തെടുക്കണം. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മൈദയുടെ മിക്സ് ഉണ്ടല്ലോ, അതിൽ വേണം കോട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്കിതൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പാനിലോട്ട് നല്ലോണം ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നല്ലോണം ചൂടായതിന് ശേഷം മാത്രം നമ്മൾ ചിക്കൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. ഒരു 5 മിനിറ്റ്സ് നമ്മളത് വെയിറ്റ് ചെയ്യണം, ഒരു സൈഡ് വെന്ത് കിട്ടാനായിട്ട്, കുക്ക് ചെയ്യാനായിട്ട്. ഇനി അത് കഴിഞ്ഞിട്ട് വേണം നമ്മളതൊന്ന് ഫ്ലിപ്പ് ചെയ്യാനായിട്ട്. ഒരു 4-5 ടൈപ്സ് ഓഫ് ചിക്കൻ ഫ്രൈസ് ഞാൻ എൻ്റെ ചാനലിൽ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോസും കൂടെ ഒന്ന് പോയി കാണുക. അതിൻ്റെയൊക്കെ ലിങ്ക്സ് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്, ചിക്കൻ ഫ്രൈസ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സൈഡ് ഡിഷായിട്ട് ഞാൻ കൊളസ്ലോയും ടൊമാറ്റോ കെച്ചപ്പും പിന്നെ കുബൂസും കൂടെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കൊളസ്ലോ ഞാൻ എൻ്റെ ഒരു രീതിയിലാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്.
കുറച്ച് തൈരും ചീസും കാബേജ്, ക്യാരറ്റ്, കുറച്ച് ഷുഗറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത്തിരി സോൾട്ടും ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും കാണുന്നത് വരെ ബൈ, സീ യു ലേറ്റർ.